Now we can go to the critical analysis of the poem. Related ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ കാണാം ക്രിട്ടിക്കൽ അനാലിസിസിൽ. ദ തീം ഓഫ് ദ പോം ഇസ് ഫ്രീഡം ഫ്രം ഒപ്രഷൻ, ലവ്, ഹേറ്റഡ്, ലോസ്. ഇറ്റ്സ് എ കൺഫെഷണൽ പോം. ഇൻറ്റിമേറ്റ് പേഴ്സണൽ ലൈഫ് ഈസ് പോർട്രേറ്റ് പിക്ചറൈസ്ഡ് ഇൻ ദ പോം. ഇറ്റ്സ് എ ഓട്ടോബയോഗ്രഫിക്കൽ പോം. അതുകൂടിയുണ്ട്. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞത് അവരുടെ മൊത്തം ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള പോമാണ്. ഇറ്റ് ഹാസ് 16 stanzas are there in the poem, and each one has 5 lines. അപ്പോൾ ക്വിൻറ്റൈൻസ് അല്ലെങ്കിൽ പെൻറ്റാഷ് എന്നാണ് പറയുക അതിന്. അത് നമ്മൾ ക്വാർട്ടൈൻസ് എന്നൊക്കെ പറയുന്ന പോലെ ക്വിൻറ്റൈൻസ് എന്നാണ് അതിന് പറയാം. 5 ലൈൻസ് ആണ് എല്ലാത്തിലും വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു, സ്റ്റാൻസുകളിലൊക്കെ 5 ലൈൻസ് ആണ് വരുന്നത്. ഒരു പക്ഷെ അതൊരു എന്താ പറയുക, ഒരു നമ്മുടെ എന്താ പറയുക പാമ്പിനെ സിഗ്നിഫൈ ചെയ്യാനായിരിക്കാം ചിലപ്പോൾ 5 ലൈൻസ് എന്നും പറയാൻ പറ്റും, ഒരു കൺട്രോളിങ് എന്നുള്ള നിലയിൽ. ടോട്ടൽ 80 ലൈൻസ് ആണുള്ളത്. അതിൽ നഴ്സറി റൈമ്, ബേബി ടോക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അച്ചുഡു, അതുപോലെ ഗൂഗിൾ ഡിക്കോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഒരു ബേബി ടോക്കായിട്ടൊക്കെ വരുന്നുണ്ട് അതിൽ. പിന്നെ റൈമിങ് വേർഡ്സ് വരുന്നത് ഇങ്ങനെ ഊ സൗണ്ടാണ്. യു, ബ്ലൂ, ഡു, ഷൂ, അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പം റൈമിങ് വേർഡ്സ് അതൊക്കെയാണ് വരുന്നത്. നൗ വി ക്യാൻ ഗോ ടു ദ ലൈൻ ബൈ ലൈൻ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദ പോം. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഡു എന്ന് വരുന്നുണ്ട്. അനാഡിപ്ലോസിസ് ആണ്, അതായത് യു ഡു നോട്ട് ഡു, യു ഡു നോട്ട് ഡു എന്ന് പറയുന്നത് അനാഡിപ്ലോസിസ്. ദെൻ അതുപോലെ ആൻറ്റനാക്ലാസിസ് എന്ന് കൂടി പറയാറുണ്ട് അതിന്. യു ഡു നോട്ട് ഡു എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയുമ്പോഴാണ് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോകല്ലേ, അതിനാണ് അനാഡിപ്ലോസിസ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഡു എന്ന് മാത്രമേ വരുമ്പോൾ ആൻറ്റനാക്ലാസിസ്, ഇടയിൽ ഇങ്ങനെ വിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ ആൻറ്റനാക്ലാസിസ് എന്നാണ് പറയുക. പിന്നെ പിങ്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളതൊക്കെ എൻജോയ്മെൻ്റ് ആണ്. അത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ മെറ്റഫർ ഉണ്ട്. ബ്ലാക്ക് ഷൂ എന്നുള്ളത് മെറ്റഫറാണ്. പിന്നെ അച്ചു എന്നുള്ളത് ഒനമറ്റോപ്പിയാണ്. അതുപോലെ ഡാഡി എന്ന് പറയുമ്പോൾ ഡാഡി അപ്പോസ്ട്രോഫിയാണ്, ഡാഡി അഡ്രസ്സ് ചെയ്തിരിക്കുകയാണല്ലോ. പിന്നെ മാർബിൾ ഹെവി, എ ബാഗ് ഫുൾ ഓഫ് ഗോഡ് എന്നുള്ളത് മെറ്റഫറാണ്. ഗേസ്ലി സ്റ്റാച്ചു എന്നുള്ളത് മെറ്റഫറാണ്. പക്ഷേ ടോ ബിഗ് ആസ് എസ് ഫ്രിസ്കോസിൽ ആസ് എന്ന് വന്നതുകൊണ്ട് അതവിടെ സിമിലിയാണ് വരുന്നത്. ഓക്കെ, സിമിലിയാണ് അവിടെ അങ്ങനെ വരുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ എന്തൊക്കെയാണ് ഇതൊക്കെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ വരുന്നത് വാർ എന്ന് പറയുന്നത് റെപ്പിറ്റീഷനാണ്. എപ്പിസിക്സിസ് എന്നും പറയാറുണ്ട്. റെപ്പിറ്റീഷനെ തന്നെ എപ്പിസിക്സിസ് എന്നും പറയാറുണ്ട്. അതൊരു എംഫസിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് വാസ് എന്നുള്ളത്. അപ്പോൾ അത് റെപ്പിറ്റേഷൻ, കോമൺ ആയിട്ട് റെപ്പിറ്റേഷൻസ് ഒക്കെ ഒന്ന് ചോദിക്കാറ്, പക്ഷേ എപ്പിസിക്സിസ് എന്നും ചോദിക്കുക. അപ്പോൾ അത് നോട്ടീസ് ചെയ്യുക. അതാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇതിലൊന്ന് പറയുന്നത്. പിന്നെ പിങ്ക് കളറിൽ വരുന്നതിലൊക്കെ എൻജായ്മെൻ്റ് ആണ്. പിന്നെ എ ബാബ്ഡ് വയർ സ്നെയർ എന്ന് പറയുന്നത് മെറ്റഫറാണ്. പിന്നെ ഈച്ച് റെപ്പിറ്റേഷൻ വരുന്നുണ്ട്. ഈച്ച് എന്നുള്ളത് ഒരു സൗണ്ട് ആണല്ലോ, നമ്മൾ ഇച്ച് എന്ന് പറയുന്നത് ഒനമറ്റോപ്പിയ കൂടിയാണ്. ഓക്കെ, പിന്നെ അടുത്തത് ഒബ്സീൻ, അവിടെ വന്ന് പിങ്ക് കളറിൽ വരുന്നതൊക്കെ എൻജോയ്മെൻ്റ് ആണ്. പിന്നെ ആൻ എൻജിൻ മെറ്റഫർ. ഷഫിങ് എന്ന് വരുമ്പോൾ എന്നുള്ള സൗണ്ടാണ് അനമറ്റോപ്പിയ. പിന്നെ ഡച്ച് ഓഷ്വിറ്റ്സ് ബെൽസ് എന്നുള്ളതൊക്കെ എല്യൂഷനാണ്. എല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റെഫറൻസ് ആണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലോ ആണതൊക്കെ റെഫറൻസ് വരുന്നത്. ലൈക്ക് എ ജു എപ്പിസ്ട്രോഫി, ബിഗാൻ ടു ടോക്ക് ലൈക്ക് എ ജു എന്ന് വരുന്നത് എപ്പിസ്ട്രോഫി എന്ന് പറയുന്നതാണ്. എപ്പിസ്ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ജു എന്ന് വരുന്നത് നമ്മളിപ്പം അനഫോറ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ്ങിൽ വരുന്ന വേർഡ്സ്, അതുപോലെ എൻഡിങ്ങിൽ വരുന്ന ഒരു സെൻറ്റൻസിൽ ലൈനിൽ എൻഡിങ്ങിൽ വരുന്നതാണ് റെപ്പിറ്റീഷനായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോസ്ട്രോഫിയിലെ എപ്പിസ്ട്രോഫി ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പിസ്ട്രോഫി ആണെന്നുള്ളത് അതാണ്. പിന്നെ മൈ ടെറക് പാക്ക് എന്ന് പറയുന്നതൊക്കെ റെപ്പിറ്റേഷനാണ്. പിന്നെ വരുന്നത് എന്താണ്, പിന്നെ ഇതിൽ അലിട്രേഷൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, ബ് സൗണ്ടൊക്കെ വരുന്നത്. പിന്നെ പാൻസാമാൻ, സെസൂറ, ഓ യു എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നത് സെസൂറയാണ്. സ്വാസ്തിക സിമ്പിൾ. ദെൻ ഈവൻ എവറി വുമൻ അഡോസ് എ ഫാസിസ്റ്റ് എന്ന് പറയുന്നത് ഐറണി, അതായത് നേരെ ഓപ്പോസിറ്റാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണെന്ന് മാത്രം. പിന്നെ ഡൈക്കപ്പിയാണ്. ദ ബ്രൂട്ട് ഹാർട്ട് ഓഫ് എ ബ്രൂട്ട് ലൈക്ക് യു എന്നൊക്കെ പറയുന്നത് ഡൈക്കപ്പിയാണ്. പിന്നെ ഇതിലെന്താണ്, പിന്നെ എല്യൂഷനാണ്. ഇവിടെ ഡെവിൽ എന്ന് പറയുന്നത് എല്യൂഷനാണ്. എല്യൂഷൻ അറിയാലോ നിങ്ങൾക്ക്, പാരഡൈസ് ലോസിലൊക്കെ ഉള്ള ഡെവിലിനെ ക്ലെഫ്റ്റ് ഫുട്ടായിട്ട് അങ്ങനെ പറയുന്നുണ്ട്, കുറേ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ എല്യൂഷൻ അത്. പിന്നെ ഇവിടെ ബാക്ക് എന്ന് പറയുന്നത് എപ്പിസ്യൂക്സിസ്.
പിന്നെ വരുന്നത് പിന്നെന്താണ് ഇവിടെ ബോൺസ്. ഓക്കെ, മെയിൻ കഫ് എല്യൂഷനാണ്, അത് സിമ്പിൾ കൂടിയാണ്, സിമ്പിൾ ആണത്. അറിയാലോ നിങ്ങൾക്ക്, അത് ഫാദറിൻ്റെ ഡോമിനേഷൻ അല്ലെങ്കിൽ അതോറിറ്റേറ്റീവായിട്ടുള്ള അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്രഷൻ അത് കാണിക്കാനൊക്കെയാണ് ആ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക് ടെലിഫോൺ സിമ്പിളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് കളറാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലായിടത്തും ബ്ലാക്കിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്. ബ്ലാക്ക് ടെലിഫോൺ, അതുപോലെ ബ്ലാക്ക് ഫാറ്റ്, ബ്ലാക്ക് ഹാർട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കളർ ഇതിൽ പാറ്റേൺ കാണാൻ പറ്റുന്നത് അതാണ്. പിന്നെ നമ്മൾ മോട്ടീഫ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഹയർ ലെവലാണ്, അങ്ങോട്ടൊന്നും പോകണ്ട. പിന്നെ വാമ്പയർ മെറ്റഫറാണ്. അപ്പോൾ ഡാഡി റെപ്യൂട്ടേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ്. നമുക്ക് കുറച്ച് അഡീഷണൽ ഫാക്ട്സ് കാണാം. ജോർജ് സ്റ്റെയ്നറാണ് പറഞ്ഞത് ഡാഡിയെ കുറിച്ച്, ദ ഗുർനിക്ക ഓഫ് മോഡേൺ പോയട്രി എന്ന് പറഞ്ഞത്. ദെൻ സിൽവിയ പ്ലാത്ത് പറഞ്ഞത് ശരിക്കും അവർ പറഞ്ഞതാണ് ഡാഡി എന്നുള്ള പോയത്തെക്കുറിച്ച്. എ ഗേൾ വിത്ത് എൻ ഇലക്ട്ര കോംപ്ലെക്സ് whose father died while she thought he was God. Her case is complicated by the fact that her father was also a Nazi and her mother very possibly part Jewish. In the daughter, the two strains marry and paralyze each other. She has to act out the awful little allegory once over before she is free of it. Sandra Gilbert and Susan Gobar പറഞ്ഞത് on Daddy. In such famous late poems as Lady Lazarus and Daddy, she fantasizes vengeful victories won by female speakers who openly act for themselves. അതായത് ഇവരെ ഓപ്രസ് ചെയ്തിട്ടുള്ള ആളുകളോടൊക്കെ അത്രയും ദേഷ്യം കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോംസ് എഴുതിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് സാൻഡ്ര ഗിൽബർട്ടും സൂസൻ ഗുബാറും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നൗ ദാറ്റ് ഈസ് അബൌട്ട് ദ പോം. അഡീഷണൽ ഫാക്ട്സ്. Now I think we can go to the question part. Black is a symbol of oppression, sickness. അതാണ് സംഭവം. എല്ലായിടത്തും അവർക്ക് അത്രയും എന്താ പറയുക, ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് കാണിക്കാൻ, ഒപ്രഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണത് ബ്ലാക്ക്. പിന്നെ ബ്ലാക്ക് ഹസ്ബൻഡ് ബ്ലാക്ക്, ഞാൻ പറഞ്ഞല്ലോ ടെഡ് ഹ്യൂഗ്സ്, അദ്ദേഹത്തെക്കുറിച്ചൊരു പോം തന്നെ എഴുതിയിട്ടുണ്ട്. മാൻ ഇൻ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോം തന്നെ ഇവരെഴുതിയിട്ടുണ്ട്. ടെഡ് ഹ്യൂഗ്സിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ബ്ലാക്കിനെ ഒരു ഇംഗ്ലീഷായിട്ട് ഒരു ഓപ്പറേഷൻ്റെ ഇതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ കൂടുതൽ ഈ ഒരു ടെഡ് ഹ്യൂഗ്സിനെ അങ്ങനെ കാണിക്കുന്നുണ്ട്. അവർ ഒരു പോം തന്നെ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ദ പോം. നൗ ഷാൽ വി ഗോ ടു ദ ക്വസ്റ്റ്യൻസ്. I hope it's all right now. Amrita? ഓക്കെ അല്ലേ? അപ്പം നമുക്ക് പോയാലോ, നോക്കിയാലോ. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻസ്? കാണുന്നുണ്ടോയെന്നറിയില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ. സിൽവിയ പ്ലാത്ത് റോട്ട് ഡാഷ് ജോണർ ഓഫ് പോയട്രി. എന്താണ്? കൺഫെഷൻ. യെസ്, സിൽവിയ പ്ലാത്ത് വാസ് അവാർഡ് ദ പുലിറ്റ്സർ പ്രൈസ് ഇൻ ഏത് ഇയറാണ്? ഒരുപാട് വർഷം. ശരി, അപ്പം നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ 40 വർഷം കഴിഞ്ഞില്ലേ? അവർ ഈ പോം എഴുതിയിട്ട് 40 വർഷം കഴിഞ്ഞിട്ടാണ്. പ്ലീസ് സൂം ഇറ്റ്. അത് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ഒരു റെസ്പോൺസ് കൂടി കാണാൻ വേണ്ടിയിട്ടേ ഞാനിവിടെ കുറച്ചുകൂടി വലുതാക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. മാക്സിമം പറ്റുന്നത്ര നോക്കുന്നുണ്ട്, എന്നാലും എനിക്ക് ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിൻ്റെ അങ്ങോട്ട് പോവും. ഓക്കെ, ഐ ഹോപ്പ് നൗ ഇറ്റ്സ് ബെറ്റർ. Then who is the author of the biography Bitter Fame? Annie Stevenson. Then Plath's collection of poems published posthumously publish ചെയ്ത ഏതാണ്? ഇയർ അല്ല, ഏതാണ്? ഏരിയൽ. Then what is the historical event metaphorically employed by Sylvia Plath in the poem Daddy? ബെരിയൽ. ഓക്കെ, ഏതാണ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്?
ഹോളോകാസ്റ്റ്. ഓക്കെ, ഹോളോകാസ്റ്റ്. പിന്നെ നെയിം ദ ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ റിട്ടൺ ബൈ സിൽവിയ പ്ലാത്ത്. ബെൽജാറിലെ അത് നിങ്ങൾ അത് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇൻ വിച്ച് ഐ ഹാവ് ലിവ്ഡ് ലൈക്ക് എ ഫുഡ് ഫോർ ഡാഷ് ഇയേഴ്സ്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അധികം ചോദിക്കുക. 30 years. Yes, go and fill the gap. In the poem, Daddy's toe is compared with toe എന്തിനോട് കമ്പയർ ചെയ്തത്? ഓക്കെ. ദെൻ ഓഷ്യൻ മെൻഷൻഡ് ഇൻ ദ പോം ഡാഡി. ഏത് ഓഷ്യനാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഡാഡിയിൽ അറ്റ്ലാന്റിക്. യെസ്. ദെൻ 5 light stanzas are known as quintains. It's stuck in a barbed wire snare. Itch എന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച്. ശരിക്കും ഇച്ച് എന്ന് പറഞ്ഞാൽ ഐ എന്നുള്ളതാണ്. ഓക്കെ. Then an engine shuffling me off like a dash. An engine, yes. What is Panzar mentioned in Daddy? Panzar എന്ന് പറഞ്ഞാൽ എന്താണ്? പാൻസാർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ പോത്തിൽ പറഞ്ഞിട്ടുള്ളത്? ആർമേഡ് വെഹിക്കിളാണ്, ജർമ്മൻ മിലിറ്ററി വെഹിക്കിൾ ആണ്. അതൊരു എന്താണ് നമ്മൾ പറയില്ലേ വാറിലൊക്കെ യൂസ് ചെയ്യുന്ന വെഹിക്കിളാണ്. അവിടെ ഫോട്ടോ അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാങ്കുകൾ ഉണ്ടാവുമല്ലോ, ജർമ്മൻ മിലിറ്ററി ടാങ്കാണത്. വലിയ ആ ഒരു തരം വേറെ തരം ചക്രമായിട്ടുള്ള ഒരു തരം വണ്ടി അതാണത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ വാട്ട് ഈസ് എവ്രി വുമൺ അഡോസ് എ ഡാഷ്. ഫാസ്റ്റസ്റ്റ്. യെസ്, അത് ഐറണിയാണ് കേട്ടോ. ഇൻ വിച്ച് stanza ഓഫ് ദ പോം ഡാഡി ദ 2 torturers merge into one. 14. യെസ്, 14ലാണ് അത് സംഭവിക്കുന്നത്. ഹൗ ലോങ് വാസ് എ സ്പീക്കർ വിത്ത് ദ സെക്കൻഡ് ടോർച്ചറർ? 7 years. To what speaker compares her husband to in the poem Daddy? Vampire. The recurrent color motif in the poem Daddy. ബ്ലാക്ക്. ഇപ്പം ബ്ലാക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇതായിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇത്രയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ?